തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് വരുന്ന വാചകമാണ് ഇന്നത്തെ ദിവസം ശരിയാകുന്നില്ല, ഇന്നത്തെ ദിവസം പോക്കാണെന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും എല്ലാ ദിവസവും ഒരേപോലെ ആകണമെന്നില്ല. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒത്തിരി സന്തോഷം കാണും, ചിലപ്പോൾ ദുഃഖമായിരിക്കും, ചിലപ്പോൾ വിജയങ്ങളായിരിക്കും, ചിലപ്പോൾ പരാജയമായിരിക്കും. എന്ത് ഉണ്ടായാലും അതിനെല്ലാം ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി കാണുവാൻ നമുക്ക് സാധിക്കണം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനും നിശ്ചയിക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ എടുക്കുകയാണെങ്കിൽ 10% നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഓരോ അനുഭവങ്ങളാണ്. ബാക്കി 90% ഞാൻ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് നന്മയോടുകൂടി സന്തോഷത്തോടു കൂടി ഞാൻ അതിനെ കാണുകയാണെങ്കിൽ എനിക്ക് സംതൃപ്തി ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യത്തിൽ ജോസഫിനൊരു വാചകമുണ്ട്: നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓർക്കണം, സഹോദരന്മാരെല്ലാം അവനെ ഒറ്റപ്പെടുത്തി അടിമയായിട്ട് വിറ്റു, ഈജിപ്തിൽ വന്നെത്തുന്നു, കാരാഗൃഹത്തിലാകുന്നു. അവിടെയെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ ജോസഫ് ഇതിനെല്ലാം കാണുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം കണ്ടാലോ രോഗങ്ങളെ, ദുരന്തങ്ങളെ, അസ്വസ്ഥതകളെ, അപ്പോൾ അവിടെ വീഴാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്, തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ സംതൃപ്തിയും സന്തോഷവുമായിരിക്കും നമ്മുടെ ദിവസം മുഴുവൻ. അതിനായി നമുക്ക് പ്രയത്നിക്കാം. ആമീൻ. നുറുങ്ങുവെട്ടം